ഹായ് ഹലോ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോഴിതാ നല്ല അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നാടൻ ചിക്കൻ കറി എങ്ങനെ വെക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ കമൻറ്റും കൂടി അയക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോസ് കണ്ടാലോ. അപ്പോൾ ഇതാ ചിക്കൻ വാങ്ങണം, അതുപോലെ കുറച്ച് സാധനം കൂടി വാങ്ങണം കേട്ടോ. അപ്പോൾ ഞാനിതാ കടയിലേക്ക് പോവുകയാണ്. അപ്പോൾ ആദ്യം പോയത് എനിക്ക് ഉള്ളി വാങ്ങണമായിരുന്നു, വെളുത്തുള്ളി എല്ലാം വാങ്ങണമായിരുന്നു. അപ്പോൾ അതും വാങ്ങി. പിന്നെ ഞാൻ പോയത് എനിക്ക് കുറച്ച് തൈര്, പാല് അങ്ങനത്തെ എല്ലാം വാങ്ങണമായിരുന്നു. അപ്പോൾ അതിനും കൂടി ഞാൻ പോയിട്ടോ. അങ്ങനെ അതും കൂടി വാങ്ങി തിരിച്ചു വരുമ്പോൾ നമ്മൾ ചിക്കൻ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ ഓർഡർ കൊടുത്തത് അവർ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങ് എത്തി നോക്കുമ്പോൾ അങ്ങൾ കൈ കൊണ്ടു തന്നു കേട്ടോ. അപ്പോൾ ഇതാ നേരെ അത് ചിക്കനും കൂടി വാങ്ങിയിട്ട് നമ്മൾ ഇനി വീട്ടിലേക്ക് തിരിച്ചു പോവുക കേട്ടോ. അപ്പോൾ ഇതട്ടാ എന്നെ കാത്തിട്ട് ഒരാളിങ്ങനെ നിൽക്കുന്നുണ്ട്. ഇത് സിംബു അല്ല, ഇത് നമ്മളെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വരുന്ന ഓറഞ്ച് കുട്ടനാട്ടോ. അപ്പോൾ ഇവനാച്ചെങ്കിൽ ഞാൻ എങ്ങനെ പോണത് കണ്ടതെന്നൊന്നും എനിക്ക് നിശ്ചയമില്ല. അപ്പോൾ ഇതാ ഞാൻ വരുമ്പോൾ അവനും കൂടി എൻ്റെ പിന്നാലെ വരികയാണ്. എന്താ വെച്ചാൽ ചിക്കൻ ഉണ്ടല്ലോ. അപ്പോൾ ഓനും കൂടി ആദ്യം തന്നെ ഞാൻ എത്രയും കാട്ടി മുപ്പിട്ട് ഓൻ തന്നെ ഓടി നമ്മളെ ഗേറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇനി നമുക്ക് വീട്ടിലെത്തിയിട്ട് ഇവർക്ക് ആദ്യം ഭക്ഷണം കൊടുക്കണം, എന്നിട്ട് വേണം എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ ഗേറ്റ് തുറന്ന് ഞാൻ ഉള്ളിൽ കയറി നോക്കുമ്പോൾ അവിടെ ഇതാ സുന്ദരി പൂച്ച അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ കാത്ത് കിടക്കുകയാണ്. എന്താ വെച്ചാൽ അവരെ ഭക്ഷണത്തിൻ്റെ നേരം ആയിട്ടുണ്ട്. ഇവരെല്ലാം നമ്മളെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വരുന്ന അതിഥികളാട്ടോ. അപ്പോൾ എവിടെ നിന്നാണ് ഇവർ കണ്ടത്? ഓന് പിന്നെ എവിടെ ഉണ്ടാവും, ഞാൻ എവിടെ പോകുന്ന അവിടേക്കൊക്കെ ഓനും വരും. അപ്പോൾ അവരെത്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്കുള്ള ഭക്ഷണം ആദ്യം വെച്ച് കൊടുക്കട്ടെ, എന്നിട്ട് നമുക്കിനി വീഡിയോ ഷൂട്ട് ചെയ്യാനൊക്കെ തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇതാ പിന്നെ ഞാൻ ഉള്ളിൽ കയറിയിട്ടുണ്ട്, വീടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഭക്ഷണം കൊടുക്കട്ടെ. അപ്പോൾ അവരൊക്കെ ഒരു വൈക്കാക്കിയിട്ടുണ്ട് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട്. അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇതാ ചിക്കൻ ഞാൻ കഴുകി വൃത്തിയാക്കിയുടെ അരിപ്പയിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഉള്ളി വാട്ടണം. അപ്പോൾ ഞാനിന്ന് വെളിച്ചെണ്ണയിൽ തന്നെയാണ് കറി ഉണ്ടാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഇന്ന് കുക്കർ ഞാൻ ഉപയോഗിച്ചിട്ടില്ല, ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഉണ്ടാക്കാം. പിന്നെ അപ്പോൾ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കണം. ഒരു 3 ഉള്ളി ഞാൻ നൈസായിട്ട് അരിഞ്ഞതാട്ടോ, നൈസായി അരിഞ്ഞ ഉള്ളിയാണ്. അതും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നല്ലോണം ഒന്ന് വാടി വരട്ടെ. കുറച്ച് ഉപ്പും ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ പിന്നെ ഞാൻ കയ്യിൽ വേണമല്ലോ, അതും കൂടി ഒന്ന് എടുത്തിട്ട് പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. ഇളക്കി കൊടുത്ത് ഉള്ളി ഒന്ന് നന്നായി വാടി വരണം. അപ്പോൾ ഇതൊന്ന് വാടി വരട്ടെ. വാടി വന്നാലാണ് പിന്നെ നമുക്ക് എന്താ പറയുക, കുറച്ചുപ്പും കൂടി ഇട്ട് കൊടുത്താൽ നന്നായി വാടി വരും ആദ്യം തന്നെ. എന്നിട്ട് പിന്നെ നമുക്കിനി തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിനി വെയിറ്റ് ചെയ്യാം. എന്താ വെച്ചാൽ തക്കാളി ഉള്ളി ഒന്ന് നന്നായി ഒന്ന് വെന്ത് വരണം കേട്ടോ. അപ്പോൾ വെന്ത് വന്നതിൻ്റെ ശേഷമാണ് പിന്നെ നമ്മൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം ചേർക്കാൻ പോകുന്നത് അതിൻ്റെ ശേഷം കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് ക്ലീനാക്കി കഴുകി മിക്സറിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പേസ്റ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അധികം അങ്ങ് പേസ്റ്റ് ആക്കണ്ട കേട്ടോ, അങ്ങനെ ഒന്ന് ചതച്ചെടുത്താൽ മതി. അതിൻ്റെ ശേഷം അതും കൂടി ഒന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് എല്ലാം മിക്സായി വരട്ടെ കേട്ടോ. എല്ലാം മിക്സായി വന്നിട്ട് വേണം നമുക്ക് പിന്നെ മസാലപ്പൊടികളൊക്കെ അങ്ങ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതാ എല്ലാം നല്ലോണം ഒന്ന് വെയിറ്റ് ചെയ്താൽ നല്ലോണം ഒന്ന് മിക്സായി വരും. അപ്പോൾ ഇനി നമുക്ക് മസാലപ്പൊടികൾ എടുക്കാം. എന്താ വെച്ചാൽ എനിക്ക് എൻ്റെ കയ്യിൽ ഒരു ഫോണ് ഒരു കയ്യിലായ കാരണമാണ് ഇങ്ങനെ എടുക്കുന്നത്. മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ മുളക് പൊടി എടുത്തിട്ടുണ്ട്, അതുപോലെ മല്ലിപ്പൊടി വേണം. മല്ലിപ്പൊടി കുറച്ച് അധികം വേണം കേട്ടോ. ഞാനൊരു 4 സ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇട്ടിട്ട് പിന്നെ നമുക്കങ്ങ് മിക്സാക്കിയിട്ട് അങ്ങ് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതാകുമ്പോൾ പിന്നെ എന്താ പറയുക, കുപ്പിയൊന്നും അപ്പുറത്തും ഇപ്പുറത്തൊന്നും വെക്കണ്ടല്ലോ. അപ്പോൾ അതെടുത്തിട്ട് ഇനി നമുക്ക്
കറിയിലേക്ക് നന്നായിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മസാല വേവട്ടെ നല്ലോണം. എന്നിട്ട് വേണം നമുക്ക് ചിക്കൻ കൂടി ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതാ മസാല ഇട്ടിട്ട് നല്ലോണം ഇളക്കിയെല്ലാം യോജിപ്പിച്ചിട്ട് കുറച്ച് നേരം വെക്കട്ടെ. അന്നേരമാണ് മസാല നല്ലോണം വേവുള്ളൂ. അപ്പോൾ ഇതാ ചിക്കനും കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് മിക്സാക്കി എടുക്കണം. മിക്സാക്കിയിട്ട് നല്ലോണം ഒന്ന് മസാല പിടിക്കട്ടെ ആവുമ്പോൾ അതിൻ്റെ ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെള്ളം നമ്മൾ കുറച്ച് അധികം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്താ വെച്ചാൽ കുക്കറല്ലല്ലോ, നമുക്ക് ചിക്കൻ വേവാനുള്ള വെള്ളം വേണം. അപ്പോൾ അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആ മസാല എടുത്ത പാത്രം കൂടി ഉണ്ടായിരുന്നല്ലോ, അതിൽ കുറച്ച് മസാല ഉണ്ടായിരുന്നു, അതിലും കൂടി വെള്ളം എടുത്തിട്ട് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ കറിവേപ്പില കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില അല്ലാണ്ട് എന്ത് കറിയല്ലേ. അപ്പോൾ എനിക്കാഴ്ച എല്ലാ കറിയിലും കറിവേപ്പില വേണം, നാടൻ കറി ആഴ്ചയിൽ കേട്ടോ. അപ്പോൾ ഇതാ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എൻ്റെ ഈ ഗരം മസാലയാണ്. പിന്നെ എന്താ വെച്ചാൽ നല്ല അടിപൊളി ഗരം മസാല കേട്ടോ. അപ്പോൾ ഇതാ രണ്ടും നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയൊന്ന് നമ്മൾ മൂടി വെച്ചിട്ടാണ് വേവിക്കണത്. ചെറിയ തീയിലിട്ടിട്ട് വേവിക്കണം കേട്ടോ. പെട്ടെന്ന് ചടപടയെന്ന് ഉണ്ടാക്കരുത്, അപ്പോൾ ടേസ്റ്റേ ഉണ്ടാവില്ല. അപ്പോൾ ഇതാ അതിൻ്റെ കൂടെ ഉരുളൻകിഴങ്ങ്, എനിക്കൊരു ഉരുളൻകിഴങ്ങ് വേണമായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഉരുളൻകിഴങ്ങും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളത് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വേവാൻ വെക്കുക. ഞാൻ ചെറിയ തീയിലാണ് കേട്ടോ ഞാൻ കറി വെച്ചിട്ടുള്ളത്. എനിക്കങ്ങനെ തിരക്കില്ലാണ്ട് ഉണ്ടാക്കുമ്പോഴാണ് കറിക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ ഇതാ പിന്നെ മൂടി വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇതാ അതിൻ്റെ കൂടെ ഇപ്പം ഞാൻ നെയ്ച്ചോറാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഞാൻ അരി കഴുകി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, ഒന്നങ്ങ് കുതിർന്ന് വരട്ടി വെച്ചിട്ട്. അപ്പോൾ ഇതാ മൂടിയെല്ലാം എടുത്ത് നോക്കുമ്പോൾ വേവ് ആയി വരുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ മൂടി വെച്ച് അത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ പിന്നെ ഞാൻ തുറന്ന് നോക്കുമ്പോൾ അതാ സെറ്റായിട്ട് വരുന്നുണ്ട്. എന്നാലും ചിക്കൻ എന്തോ ചെറിയൊരു വേവാത്ത പോലെ. അപ്പോൾ ഞാൻ എന്താണ് എടുത്ത് പിന്നെ അതൊന്ന് കുറച്ച് കൊത്തമ്പീറും കൂടി ഇട്ടിട്ട് അത് പിന്നെ ഒന്നങ്ങ് മൂടി വെച്ചിട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ പിന്നെ ചോറിൻ്റെ പണി അവിടെ റെഡിയാക്കിയായിരുന്നു. അപ്പോൾ ഇതാ പിന്നെയും തുറന്ന് നോക്കി ഞാൻ. അന്നേരം നല്ല സെറ്റായി വരുന്നുണ്ട്. എന്താ പറയുക, ചിക്കനൊക്കെ ഒന്ന് അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഒന്ന് നോക്കി നോക്കുമ്പോൾ അതൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പുറത്ത് ഇതാ ഞാൻ നെയ്ച്ചോറിൻ്റെ പണി ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് തുടങ്ങിയാൽ പിന്നെ കറി റെഡി ആകുമ്പോഴത്തേനും നമ്മളെ പണിയെല്ലാം അങ്ങ് സെറ്റാവും. അപ്പോൾ ഇതാ നമ്മളെ കറി ലാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പുറത്ത് ഇതാ നമ്മളെ നെയ്ച്ചോറും കൂടി അമ്മ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കറി മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒന്ന് സെറ്റായപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയതാട്ടോ. ലാസ്റ്റ് നമ്മളെ കറീൻ്റെ അപ്പോൾ ഭക്ഷണം കഴിക്കണങ്ങാട്ടി മുപ്പിട്ട് കറി ഒന്ന് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ വീഡിയോസ് നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. എല്ലാവരും വീഡിയോസ് കാണാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ബൈ.